ഹലോ, കുറച്ച് രാത്രിയായി നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ. ഒരു 10:20 രാത്രി കേട്ടോ. നമ്മൾ കുറച്ച് യാത്രയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യണേ. ഇന്ന് നമ്മള് 12 മണിക്ക് ശേഷം ഇറങ്ങിയതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഡ്രസ്സ് എടുക്കാനൊക്കെ പോയിട്ട് കിട്ടിയില്ല, ശരിയായില്ല. അപ്പൊ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ എവിടെ പോയത് പറഞ്ഞു? ആദ്യം നമ്മള് മാക്സിൽ പോയി. ആലുവ മാക്സിൽ പോയി. അതപ്പോ എനിക്ക് വേണ്ടി എടുക്കാനായിരുന്നു, പക്ഷെ അത് അത്ര ശരിയായില്ല, നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയില്ല. കുറെ കടയിലൊക്കെ കയറി ഇറങ്ങി. അതിനുശേഷം ചെറിയ ചെറിയ ഔട്ട്ലെറ്റൊക്കെ കയറിയതല്ലേ, ചെറിയ ചെറിയ അതായത് ഇപ്പോ ലേഡീസ് ഐറ്റംസ് മാത്രം വിൽക്കുന്ന കടകളിലേക്ക് ഒന്ന് കയറി വരും. പക്ഷെ നമുക്ക് എപ്പോഴും ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഈ ക്രോപ്ഡ് ആയിട്ടുള്ള ബനിയൻസ് ഒക്കെയാണ്. പക്ഷെ നമുക്കത് പറ്റില്ല, എനിക്കിഷ്ടമല്ല, അതുകൊണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് ടീഷർട്സ് ഒക്കെ ആൾക്ക് വാങ്ങണം എന്ന് വെച്ചിട്ട് നമ്മള് നേരെ പിന്നെ പോയത് തന്നെ അതെ ഈ കടയിലാണ് പോയത്. കല്ലൂര് പോത്തീസിൽ പോയി. അതിന്റെയൊക്കെ വീഡിയോ ഒക്കെ നമ്മുടെ ഇതില് ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കാം കേട്ടോ. കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുള്ളൂ. കാരണം അവിടെ എനിക്ക് തോന്നുന്നു അവിടെ വീഡിയോസ് അങ്ങനെ എടുത്തില്ല, കാരണം അത്ര ആളും ബഹളത്തിനിടയ്ക്ക്. എന്നാല് പക്ഷെ ഞങ്ങൾ രണ്ടാമതും ഇവിടെ പോയി, മാക്സിൽ പോയി, ആലുവ മാക്സിൽ. അത് കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാ. അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ ആഡ് ചെയ്യാട്ടോ. അത് കാണിച്ചതൊക്കെ ഇത് ആളുടെ ടീഷർട്ടാണ് കേട്ടോ, ആളുടെ ടീഷർട്ടാണ്. ഇത് ഓഫർ പ്രൈസ് ഉണ്ട്, 699 ആണ്. പക്ഷെ അത് ഓഫറിൽ എത്ര കിട്ടിയ അല്ല, ഇത് 699. ഇത് ഓഫറല്ല, ഇത് ഓഫറല്ല, ഇത് 699, 700 രൂപ. എന്നാല് ഓഫറിൽ കിട്ടിയതാണ് ഈ സാധനം. എന്താ പറയാ, ലെവൈസ് അങ്ങനെ എന്തോ പേര്. നമ്മള് അത്യാവശ്യം ബ്രാൻഡഡ് ഐറ്റം ആണല്ലോ, ബ്രാൻഡഡ് സംഭവമാണ്. ഡ്രസ് എടുക്കുമ്പോൾ ഇത് 1 get 1 ഫ്രീ ആണ്. ലെവൈസ് എന്ന് പറഞ്ഞ സംഭവം ഇത് 1 get 1 ഫ്രീ. അപ്പൊ നമ്മള് ബില്ല് അടിക്കാൻ നേരത്താണ് അറിഞ്ഞത് 1 get 1 ഫ്രീ ആണ്. അങ്ങനെ അറിഞ്ഞെങ്കിൽ മറ്റേത് എടുക്കില്ലായിരുന്നു, ലെവൈസ് എടുക്കില്ലായിരുന്നു. ഞങ്ങള് വേറെ എടുക്കാന്ന് വെച്ചു, പക്ഷെ 1 get ഉണ്ടാവും, 1 ഫ്രീ. അത്ര സുഖമുള്ള ലെവൈസ് അല്ല, അതുകൊണ്ട്. പിന്നെ കുട്ടിക്ക് ഞങ്ങള് മാക്സിന്ന് ഒരെണ്ണം എടുത്തു. കുട്ടി പറഞ്ഞിട്ട് തന്നെ വണ്ടിയുടെ പടമുള്ളത്. പിന്നെ അയൺമാനോ സൂപ്പർമാനോ, അയൺമാൻ അടുത്ത ഇത് എടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ ഫോട്ടോ ഉണ്ട്, അപ്പൊ ഞാൻ ഈ ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യാം. ഇതൊക്കെ ആളെ ഇട്ട് നിൽക്കുന്ന ഫോട്ടോസ് ഒക്കെ ഉണ്ട്. ഇത് പിന്നെ മാക്സിന്റെ തന്നെയാണ് ഈ ട്രൗസേഴ്സും എല്ലാം. അങ്ങനെ ഇത്രയും സംഭവമൊക്കെ വാങ്ങിച്ചു. പിന്നെ ഒന്നും വാങ്ങിച്ചില്ല. കാരണം ഞങ്ങൾ ക്രിസ്മസിന് ഉടുപ്പൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ന്യൂ ഇയർ ആയിട്ട് എടുക്കാന്ന് വെച്ചു. അപ്പൊ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ചെറുതല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, അതായത് എൻ്റെ വൈഫിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത്രയും സമയം ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ചെയ്യാറില്ല. കാരണം ഇപ്പൊ ഞാനാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ കൃത്യം അവിടെ ചെല്ലുക, അവിടെ കാണുന്ന ഏതെങ്കിലും ഓരോ എടുക്കുക. അതേ ശീലം തന്നെയാണ് വൈഫിനും. പെട്ടെന്ന് സാധനം എടുക്കുക, അല്ലാതെ നമ്മൾ ഇങ്ങനെ എല്ലാം ഒന്നും വലിച്ചു വാരി അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. പക്ഷെ ഇത്തവണ പോയപ്പോ നമ്മുടെ മനസ്സിന് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഓരോന്ന്. അതായത് ക്രോപ്ഡ് ഐറ്റംസ് ഒക്കെ ആയിട്ടുള്ള അടിപൊളി ഐറ്റംസ് ഉണ്ട്. പിന്നെ മെറ്റീരിയൽ നല്ലതാണ്, പക്ഷെ ഒരു 2-3 months ഒക്കെ കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ഫെയ്ഡ് ആവും. അത് ആ ഒരു കളർ ഫെയ്ഡ് ആവും. ഇച്ചിരി ഗ്യാരണ്ടി ഐറ്റം ഒക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കാലം നിൽക്കുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചുകൂടി നല്ലത് അന്വേഷിച്ച് പല കടകളിൽ കയറി പലയിടത്തും പോയിട്ട് ഇട്ടൊക്കെ നോക്കി, കാര്യം ഉണ്ടായില്ല. കണ്ണൊക്കെ തൂങ്ങി വന്നു ഭയങ്കരമായിട്ട്, പെട്ടെന്ന് തൂങ്ങണം. കാരണം ഒന്നാമത്തെ ഇത്രയും ട്രാവൽ ചെയ്തു,
പുറത്തുനിന്ന് ഫുഡ് കഴിച്ചേ. അതെ. അതിൻ്റെയൊക്കെ വീഡിയോ ഇടാട്ടോ. വീഡിയോ ഇടാട്ടോ ഞങ്ങള്. പുറത്തുനിന്നാണ് ഫുഡ് കഴിച്ചത്. അങ്ങനെയൊക്കെ വന്നു. പിന്നെ അതിഭയങ്കരമായ ഒരു സങ്കടമുണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ആ സങ്കടം എന്താണെന്ന് ഞങ്ങൾ അടുത്ത വീഡിയോ പറയാം. അത് ജീവിതത്തിൽ തന്നെ കരച്ചിൽ മാറാത്തൊരു സങ്കടം. ദുഃഖവും സന്തോഷവും ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സുഖം ഉണ്ടാവില്ലേ. എന്തായാലും ഈ വീഡിയോയിൽ അപ്പം ഞങ്ങളുടെ സന്തോഷം മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. സങ്കടം അടുത്തിൽ പറയാം. എന്തായാലും ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ സാധാരണ ഇതിനു മുമ്പ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഞാനും വൈഫും മാത്രം പോയത്. കുട്ടീനെ സ്കൂളിലാണ്. ഇത്തവണ അവന്റെ പരാതി തീർത്തിട്ടുണ്ട്. ആളെടുത്തിട്ടില്ല. ഇപ്പൊ ഇടണ്ട. ആളതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോഴേ ട്രൈ ചെയ്യണം. ആ സെലക്ട് ചെയ്യുന്ന സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മള് അത് ആള് പറഞ്ഞ തന്നെ അടിപ്പിച്ചു. അയ്യോ അത് പ്രശ്നമാണ്. കാരണം ആളുടെ വയസ്സിന്റെ ആ ഒരു കാറ്റഗറി എടുക്കുമ്പോ പാള പോലെ കിടക്കണേ. ഇതിപ്പോ 3 വയസ്സുള്ള കുട്ടിക്കാണ് കുട്ടിയുടെയാണ് ഡ്രസ്സുകള് ആളിലിട്ടാണ്. മാത്രല്ല അത്ര ഹൈറ്റ് കുറവാണ്. അത്ര ആ ഒരു അവര് പറയുന്ന ഉദ്ദേശിക്കുന്ന ഹൈറ്റ് ഇല്ല. അല്ലെങ്കിൽ ഒരെണ്ണം കൃത്യം കുറച്ച് ലെങ്ത് ആയിരുന്നു. ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാവും. പക്ഷെ നോക്കിയപ്പോ എന്തായാലും 6 മാസം കൂടുമ്പോ വാങ്ങണം. കുട്ടികളുടെ പടപടയിന്ന് വലുതാവുന്നതുകൊണ്ടും പിന്നെ ആവാത്തല്ല ആളിങ്ങനെ ഈ കുട്ടിയൊക്കെ ആകുമ്പോ ഇങ്ങനെ പിടിച്ച് വലിച്ചു തൂങ്ങി അങ്ങനെയൊക്കെ ആകുമ്പോ ഇവിടെയൊക്കെ പെട്ടെന്ന് തൂങ്ങി വരും. അതുകൊണ്ടും അങ്ങനെയൊക്കെ പോണു. അപ്പൊ എന്തായാലും ഇന്ന് ഫുൾ ടൈം ഇത് നമ്മുടെ സമയത്തിന് ഒരുപാട് വിലയുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ അയ്യോ നമ്മുടെ പോത്തിസ് കയറിയിട്ടും മറ്റേ മാക്സിൽ കയറിയിട്ടും അവിടെ ഒന്നും ക്ലോക്ക് വെക്കില്ല. അതൊരു ബിസിനസ് തന്ത്രമാണ്. അത് ഒരു സിനിമയിലാണ് ഞാൻ ആ ഒരു തന്ത്രം അതില് ഫഹദ് ഫാസിൽ പറയുന്ന ആ ഒരു നിങ്ങള് ഷോപ്പിംഗ് മാളിൽ കയറുമ്പോൾ അവിടെ ക്ലോക്ക് ഉണ്ടാവില്ല. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം. അത് ആ ഒരു വാക്കിന് ശേഷമാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. സത്യമാണ്. കാരണം അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്തിറങ്ങുമ്പോഴേക്കും നമ്മൾ ചിന്തിക്കും ദൈവം ഇത്ര സമയമായോ. നമ്മള് ഈവൻ നമ്മുടെ വാച്ച് പോലും നമ്മൾ ശ്രദ്ധിക്കില്ല. 5 മണി 2 മണിക്കൂർ ഞങ്ങൾ എന്താ 2 മണിക്കൂർ എടുത്ത്. കുട്ടിക്ക് ആകെ നിസ്സാരം ഇപ്പൊ 2 നിക്കറും 3 ടീഷർട്ടും മാത്രമേ എടുത്തുള്ളൂ. പക്ഷെ കണ്ടും പിടിച്ചൊക്കെ വരുമ്പോൾ സമയം എടുക്കും. സാധാരണ ഇപ്പോൾ കാലത്ത് കയറിയിട്ട് വൈകിട്ട് ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. കാരണം കുറച്ച് ഇപ്പോൾ കല്യാണ പാർട്ടികളോ അങ്ങനെ എന്തെങ്കിലും പാർട്ടീസിനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ആയിട്ട്. പക്ഷേ അതൊരു ബിസിനസ് ട്രിക്കാണ് ശരിക്കും. അവിടെ ഒരിക്കലും ക്ലോക്ക് വെക്കില്ല. ക്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ അയ്യോ എൻ്റെ സമയം പോയി എന്നിങ്ങനെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ചിന്തിക്കരുത്. അവിടെ ഇങ്ങനെ കൂടുതൽ സ്പെൻഡ് ചെയ്യണം. ഇതൊക്കെ ബിസിനസ് ട്രിക്കാണല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു കാഴ്ചകളും ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് പരമാവധി ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഫാമിലി ചാനല് ഞങ്ങളുടെ ജീവിതത്തിലുള്ള സന്തോഷവും സങ്കടവും ഒക്കെ ഞങ്ങൾ ഇതിലൂടെ പരമാവധി ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ കുറച്ച് ചെറിയൊരു ഭയത്തിലാണ്. ആ ഭയം എന്താന്നുള്ളത് ഒരു വീഡിയോ ചെയ്യാം. ഞങ്ങള് സത്യത്തിലൊരു ഭയത്തിലാണ് അല്ലേ? ഉറപ്പായിട്ടും ഭയത്തിലാണ്. ഞങ്ങൾ ഇന്ന് ആലുവ മുട്ടൻകൂടിയൊക്കെ പോയപ്പോൾ ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തുപോയി. അവിടെ കുറേ പിള്ളേരിങ്ങനെ സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണം കണ്ടപ്പോൾ പാവങ്ങൾ. കാരണം ഒന്നാമത്തെ ഇപ്പോൾ ഓർഡറില്ല. ഉള്ള ഓർഡറൊക്കെ ഭയങ്കര കുറവാണ്, എമൗണ്ട് കുറവാണ്. അപ്പം ഞാൻ അനുഭവിച്ചതും ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ ഭാര്യയും കുട്ടിയും കൂടെ അനുഭവിച്ചതുമായ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലേ? ഉറക്കം ഉണ്ടാവില്ല. സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ ഒരുപാട് പ്രത്യേകിച്ച് എനിക്ക് വയ്യാണ്ടാവുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അതൊക്കെ ദൈവമായിട്ട് രക്ഷിച്ചാണ്. പക്ഷെ ഇപ്പൊ ഈ ഒരു ഭയം എന്ന് പറയുന്നതും അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പം ആ ഭയം എന്താന്ന് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാം. ഇപ്പൊ തന്നെ 8 മിനിറ്റ് കഴിഞ്ഞു. അപ്പം ഞങ്ങളും ഇനി കുറച്ച് കാര്യങ്ങളും ചെയ്തിട്ട് വേണം കിടക്കാൻ. കുറച്ച് നാളത്തെ ആ വീഡിയോയുടെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഗുഡ് നൈറ്റ്.